ബാധ്യതകൾ മുന്നിൽ നിൽക്കുമ്പോൾ അത് ഏറ്റെടുക്കാനുള്ള ചങ്കൂറ്റെടുക്കുകയാണ് കാരണം വരൾച്ച നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്ത് ഇപ്പൊ യുദ്ധത്തെ കുറിച്ച് നമ്മൾ കേൾക്കുന്ന ഒരു കാലഘട്ടം ഒരുപക്ഷെ കുടിവെള്ളത്തിന് വേണ്ടി ജനം യുദ്ധം ചെയ്യുന്ന ഒരു കാലഘട്ടത്തെ നമ്മൾ മുന്നിൽ കാണും. ഞാൻ ആദ്യം പറഞ്ഞു 2024 ആകുമ്പോഴേക്കും നമ്മുടെ പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വീടുകളിലും ഒരു പൊതുപോലെ അവശേഷിക്കാം. എല്ലാ വീടുകളിലും ശുദ്ധമായ ജലം എത്തിക്കുക എന്നുള്ളതാണ് ഈ പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ കൂടി എല്ലാ ഭവനങ്ങളിലും ശുദ്ധജലം എത്തിക്കുക എന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മുടെ 12, 13, 14 വാർഡുകളിൽ ശുദ്ധജല വിതരണ പദ്ധതി എങ്ങനെ നടപ്പിലാക്കണം എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും അതിന്റെ ഉപഭോക്താക്കളെ കണ്ടെത്തുന്നതിനുമുള്ള ഒരു പ്രാരംഭ നടപടിയാണ് പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇതിന്റെ വിശദമായി സംസാരിക്കും. മിറർ എന്ന സപ്പോർട്ടിംഗ് ഗ്രൂപ്പിനെയാണ് ഗവൺമെന്റ് ഇതിന്റെ ചുമതല, ഇതിന്റെ പ്രചരണം, ഇതിനെ സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന ഉൾപ്പെടെയുള്ള ചുമതല മിററിനാണ് കൊടുത്തത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഇങ്ങനത്തെ ഒരു മീറ്റിംഗ് വിളിച്ചത്. സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ ചെയ്യേണ്ട കർത്തവ്യം. എല്ലാവരും അതിന്റെ ഓരോ കണക്ഷനുകൾ എടുത്തു വെക്കണം എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ. ഇതിന്റെ പ്രക്രിയ നടക്കുന്നുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഈ പ്രവർത്തനങ്ങൾ നമ്മളെക്കാൾ കുറെ കൂടി മുൻപോട്ട് പോയിട്ടുണ്ട്. ആ മുൻപോട്ട് പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പല പ്രദേശങ്ങളിലും ശുദ്ധജലം ലഭ്യമല്ല എന്നുള്ളതാണ്. ഈ യോഗത്തിന് അധ്യക്ഷം വഹിച്ച നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ മെമ്പറുമായ കണ്ണാരക്കടയിൽ യോഗത്തിന്റെ പേരിലും ഈ രാജ്യത്തിന്റെ പേരിലും അതുപോലെ തന്നെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ഗ്രാമപഞ്ചായത്തിന്റെ മുസ്ലിം മണ്ഡലമായ അതുപോലെ തന്നെ ഇതിന്റെ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഈ കാര്യങ്ങൾ വാർഡിന്റെ മെമ്പറുമായ യോഗത്തിന്റെ പേരിൽ ജലഗതി പദ്ധതി ഇപ്പോൾ നിലവിലുണ്ട്. അത് കൂടാതെ പുതിയതായിട്ട് ജലജീവൻ എന്ന പദ്ധതി ഇപ്പോൾ തുടങ്ങുകയാണ്. ഏകദേശം APL BPL വ്യത്യാസമില്ലാതെ എല്ലാ വീടുകളിലും കണക്ഷൻ കൊടുക്കുവാനും നിങ്ങൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് എല്ലാ വീടുകളിലും കുടിവെള്ളത്തിൻ്റെ ലഭ്യമാകുന്നതിന് വേണ്ടി കണക്ഷൻ കൊടുക്കുവാനും അത് 24 മണിക്കൂറും ജലം ലഭ്യമാകുവാനുള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പുൽപ്പള്ളി മുള്ളംകൊല്ലി പഞ്ചായത്തിനെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ജലലഭ്യത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുള്ളംകൊല്ലി പുൽപ്പള്ളി പഞ്ചായത്ത് വരൾച്ചയുടെ വക്കിലാണ്. നമ്മൾക്കിപ്പോൾ പറയും നമ്മളുടെ കിണറിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ബോർവെൽ വെള്ളം ഇഷ്ടം പോലെ ഉണ്ട് എന്ന് പറയും. പക്ഷേ ജലം താന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി ഇത് 50 വർഷത്തെ മുന്നോട്ടുള്ള ഒരു പദ്ധതിയാണ്. 50 വർഷം മുന്നിൽ കണ്ടുകൊണ്ട് വരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ കിണറുണ്ട്, നമുക്കിത് വേണ്ട എന്ന് ആരും വിചാരിക്കില്ല. 15% പഞ്ചായത്തിന്റെ സബ്സിഡിയുമായിട്ട് 90% സബ്സിഡിയോട് കൂടിയാണ് ഇപ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. 90% സബ്സിഡിയാണ്. ഗുണഭോക്തൃ വിഹിതം എന്ന് പറയുന്നത് കേവലം 10%. അതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 1000-ൽ കുറവേ പൈസ ഉണ്ടാവും ഈ പുതിയ പദ്ധതി പ്രകാരം. അത് സർവേ ചെയ്തു വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ 1620 അടച്ചിട്ടുണ്ട് ജലജീവൻ പദ്ധതിക്ക്. അതിന്റെ പൈസയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ എന്നുള്ളത് പിന്നെ അറിയാൻ സാധിക്കും. ഉദ്ഘാടനം ചെയ്തു. മനസ്സിലാക്കാനും സാധിക്കുന്നു.
പറഞ്ഞ് എല്ലാവിധ ആശംസകൾ അറിയിച്ചു. ഭാഗവാക്കായിരിക്കുന്ന ഏജൻസികളെ സഹായിക്കേണ്ടത് ആവശ്യമുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഗവൺമെന്റ് ഒരു സഹായ ഏജൻസി, നിർവഹണ സഹായ ഏജൻസിയെ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവർ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും ബോധവൽക്കരണ പരിപാടികൾ, ഈ ബോധവൽക്കരണ പരിപാടികൾ നടത്തിക്കൊണ്ട് പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ, നമ്മൾ പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് എന്നുള്ള ആ ഒരു വിശാലതയെ നമുക്ക് വിടുകയാണ്. പാക്കം കുറുവ പ്രദേശങ്ങളിലെ മുഴുവൻ വീടുകളിലും 2024 ആകുമ്പോഴേക്കും ശുദ്ധമായ കുടിവെള്ളം എത്തിച്ചിരിക്കും.